നാഗറാണിയിലെ ഉഗ്രൻ ട്വിസ്റ്റ് ആണ് മക്കളെ ഇനി വരാനിരിക്കുന്നത്. നാഗകന്യക യഥാർത്ഥത്തിൽ പൂർവിയാണ്, പക്ഷെ അനന്തയാണ് നാഗകന്യകയെന്നും പറഞ്ഞുകൊണ്ട് അനന്തയെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ഇടുകയാണ് പരമീതും ടീമും പാമ്പാട്ടിയും കൂടെ. ആ ദിവസം എത്തി. പൂർവി പൂർണ്ണമായിട്ടും നാഗകന്യകയാവുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. പക്ഷെ പൂർവിയെയും അനന്തയെയും അവരുടെ എൻ്റയർ ഫാമിലിയെ മൊത്തത്തിൽ കൊല്ലുകയാണ് ആര്? നമ്മുടെ പരമീതും ടീമും. ഇനി എങ്ങനെ കഥ മുന്നോട്ട് പോകും? കഥയിൽ അടിപൊളി സാധനം ഇതൊന്നുമല്ല. നമ്മുടെ അവസാനം പൂർവിക്ക് ആര്യമന്റെ അടുത്തുള്ള പ്രണയം, ഇഷ്ടം ആര്യമനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു കലക്കൻ എപ്പിസോഡാണ് ഇനിയുള്ള എപ്പിസോഡുകളായിട്ട് TV വരാനായിട്ട് ഇരിക്കുന്നത്. നമുക്ക് വൈകിപ്പിക്കേണ്ട. നാഗറാണിയുടെ മെയ് 15 ഇന്നത്തെയും ഈ വരാനിരിക്കുന്ന തിങ്കളാഴ്ചത്തേക്ക് എപ്പിസോഡിന്റെ അപ്കമിങ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാഗകന്യക 7ന്റെ നാഗറാണിയുടെ. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പാമ്പാട്ടി മകുടി ഊതുകയാണല്ലോ. അപ്പൊ പരമീതും സംഘവും കൂടെ ആരാണ് നാഗകന്യക തിരക്കാനായിട്ട് ഇറങ്ങി വരുവാണേ. അപ്പൊ പൂർവിക്ക് ശരീരം ഇങ്ങനെ ചൊറിയുന്നു, ഇങ്ങനെ ഇതെല്ലാം ഇളകുന്നു, തൊലിയെല്ലാം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അനന്ത ഇത് കാണുന്നു. നിനക്ക് എന്ത് പറ്റി പൂർവി? എന്താ പ്രശ്നം? അത് ചേച്ചി, എനിക്ക് എന്തോ ഒരു പ്രശ്നം. നിന്റെ തൊലിയൊക്കെ എന്ത് പറ്റി? നിന്റെ തൊലിയൊക്കെ എന്ത് ഉരിഞ്ഞു വരുന്നത്? നിനക്ക് അലർജി എന്തെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഉത്തരാമയും ഭരണിയും കൂടെ അത് കണ്ടോണ്ട് നിന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് പൂർവി അവിടെ നിന്ന് രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം കണ്ടുപിടിക്കും ഇവളാണ് നാഗകന്യകയെന്ന്. അപ്പോൾ അനന്ത പറയണം, നിനക്ക് എന്തോ അലർജി ആണെന്ന് തോന്നുന്നു, നിന്റെ തൊലി ഉരുന്നത് ഡോക്ടറിനെ കാണിക്കണ്ടേ? അതിനിപ്പോൾ ഇന്ന് കാണിക്കട്ടെ, ഇനിയിപ്പോൾ നാളെ കാണിക്കാം, കല്യാണമൊക്കെ കഴിയട്ടെ എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഉത്തരാമയും ഭരണിയും കൂടെ എങ്ങനെയെങ്കിലും റാണിയെ ഇവിടെ നിന്ന് നമ്മൾ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. ഉത്തരാമ പറയുകയാണ്, യഥാർത്ഥ രൂപത്തിൽ ഈ പൂർവി വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാകും എന്ന് പറയാണ്. അങ്ങനെ എന്നിട്ട് പൂർവിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. മകുടി ഊതുന്ന ശബ്ദം സഹിക്കാൻ പറ്റാതെ പൂർവി നാഗനൃത്തം ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അന്നേരം അനന്ത ഓൾറെഡി പ്രഗ്നന്റ് ആണല്ലോ, കല്യാണത്തിന് മുമ്പ് പ്രഗ്നന്റ് ആണ്. അപ്പൊ അനന്തയ്ക്ക് ഛർദ്ദിക്കാനായിട്ട് വരുന്നു. ഇപ്പം ഈ പാട്ടും തലകറക്കവും ഡാൻസും എല്ലാം കൊണ്ട് ഛർദ്ദിക്കാനായിട്ട് അനന്ത ഇങ്ങനെ തല കറങ്ങി എന്ത് ചെയ്യാണ്, ഓക്കാനം വരെയാണ്. അപ്പൊ പെട്ടെന്ന് പൂർവി അടുത്ത് നിൽക്കുകയാണ്. വീഴാതിരിക്കാൻ പൂർവിയെ കയറി പിടിക്കുന്നു. പൂർവിയെ കയറി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും പൂർവിയുടെ കയ്യിലെ തോലിങ്ങനെ ഉരിഞ്ഞു വരുവാണല്ലോ പാമ്പിൻ്റെത്. ഈ തോല് അനന്തയുടെ ദേഹത്ത് ഒട്ടിപ്പിടിക്കുന്നു, അനന്തയുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു. അപ്പൊ അനന്ത ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലവിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ് സാധനം. ഇതേ സമയം എന്ത് ചെയ്യുന്നു, പൂർവിയെ അവിടെ നിന്നും നമ്മുടെ ഉത്തരാമയും ഭരണിയും കൂടെ വന്ന് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുവാണ്. വീണ്ടും അനന്തയ്ക്ക് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വന്ന് അനന്ത അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പരമീത്, ബൽജീത്ത്, സമീർ, ഋഷഭ്, പാമ്പാട്ടി എല്ലാവരും കൂടെ ഇറങ്ങി വന്ന് പാമ്പാട്ടി നോക്കുമ്പോൾ ഇവളിങ്ങനെ തല കറങ്ങി നിൽക്കുക. ഒന്നാമത് അനന്തയെ പൂർവി രണ്ടുപേരെ അവർക്ക് ഡൗട്ടാണ്. ഈ പാമ്പാട്ടി നോക്കുമ്പോൾ അനന്ത തല കറങ്ങി നിൽക്കുന്നു. അനന്തയുടെ കയ്യിൽ ആ തൊലി, പൂർവിയുടെ ദേഹത്ത് നിന്ന് ഉരിഞ്ഞ തൊലി അനന്തയുടെ ദേഹത്ത് ഒട്ടിയിരിക്കുന്നു. മാത്രമല്ല അനന്തയുടെ കഴുത്തിന്റെ ഇവിടെ ഒരു പാമ്പിന്റെ ടാറ്റു അനന്ത അടിച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ കാണുന്നു. അപ്പോൾ ഈ പാമ്പാട്ടിന്റെ ഹെൽപ്പർ വന്നിട്ട് പറയാണ്, പൂർവിയുടെ അനന്തയുടെ വീട് ഞാൻ തപ്പി നോക്കി, അവരുടെ വീട്ടിനകത്ത് നിന്ന് ഈ ഫോട്ടോസൊക്കെയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. അന്ന് പൂർവി ശക്തികൾ വന്നു തുടങ്ങിയപ്പോൾ സ്വന്തമായിട്ട് അറിയാതെ കുറെ ഫോട്ടോസ് വരച്ചില്ലേ, ആ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ആഹാ, അപ്പൊ ഈ അടയാളം രൂപം എല്ലാം നാഗക്ഷേത്രത്തിൻ്റെതാണ്. അപ്പൊ ഇവള് തന്നെയാണ് യഥാർത്ഥത്തിൽ അനന്തകുലത്തിന്റെ മഹാനാഗകന്യക എന്നിങ്ങനെ പറയുകയാണ്. ഇതേ സമയം എന്ത് ചെയ്യുന്നു, നമ്മുടെ പൂർവിയെ ഒരിടത്ത് കൊണ്ട് ഭരണിയും ഉത്തരാമയും കൂടി ഇരുത്തിയിട്ട് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ എന്തോ എനിക്ക് പറ്റി, ഇപ്പൊ ശരിയായി, ഞാൻ എഴുന്നേറ്റ് പോകുന്നത്, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പൂർവി അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യാണ്, നേരെ നേരെ പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഗുരീന്ദ്രൻ റൂം അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആരുടെ? പരമീതിന്റെ റൂം. അപ്പൊ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അവസാനം പെട്ടി തുറക്കുന്നു. ഒരു പെട്ടിക്കകത്ത് നിന്ന് ഒരു ഫയല് കിട്ടുന്നു, മഹാകുംഭമേളയിൽ ബ്ലാസ്റ്റ് നടത്തുമെന്ന് പറയുന്ന ഇവരുടെ പ്ലാനിങ് ഫയല്. ഇതേ സമയം പൂർവി ഫോൺ എടുക്കുമ്പോൾ പൂർവിക്ക് ആര്യമന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് കരൺ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്നു. പൂർവി, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, പിന്നെ എനിക്കിനി നിന്നോട് ഇത് മറച്ചു വെക്കാൻ കഴിയില്ല, നീ ടെറസിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ആര്യമന്റെ ഫോണിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മെസ്സേജ്. അപ്പൊ പൂർവി എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളും ആര്യമനെ ആദ്യമായിട്ട് കണ്ടതും ഒക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ ആര്യമന്റെ അടുത്തുള്ള ഇഷ്ടം പറയാനായിട്ട് ടെറസിലോട്ട് പോവാണ്. ആര്യമൻ ടെറസിൽ നിൽക്കുവാണേ. അപ്പം അസിസ്റ്റന്റ് എന്താ ആലോചിക്കുന്നേ? അത് സാർ, ആ മെസ്സേജ് എന്ത് മെസ്സേജ്? അത് സാർ, പ്രണയം, എനിക്കും പ്രണയം തോന്നി, സാറിനോട് എനിക്കും പ്രണയം തോന്നി, ഐ ലവ് യു ടു സാർ എന്ന് പറയും, എനിക്കും സാറിനെ ഇഷ്ടമാണ് എന്ന് പറയാണ്. അപ്പോൾ ഒരുപാട് കാലമായി സാറിൻ്റെ അടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാറിനി അഥവാ ദേഷ്യപ്പെട്ട് എന്നെ പിരിച്ചു വിട്ടാലോ എന്ന് ഞാൻ കരുതി. ഇതിപ്പോൾ മോന് തോന്നിയല്ലോ, എനിക്ക് സാറിനെ ഫസ്റ്റ് കണ്ടപ്പോൾ മോന് സാറിൻ്റെ അടുത്ത് പ്രണയം തോന്നിയതാണ്. അനന്ത ചേച്ചി പറഞ്ഞിരുന്നു, പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണിൽ കാണുന്ന മുഴുവൻ അവരായിരിക്കും, പാട്ടിൽ അവരായിരിക്കും, നമ്മളായിരിക്കും ഡാൻസ് കളിക്കുന്ന പോലെ തോന്നുന്നത്, ചിന്ത ഫുള്ള് അവരായിരിക്കും,
എൻ്റെ ചിന്ത ഫുള്ള് ഇപ്പം നിങ്ങളാണ് സാർ. പക്ഷെ നിങ്ങളുടെ മുഖം എന്താ പറയുക, നിങ്ങളുടെ മുഖം എൻ്റെ മുഖം തമ്മിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷെ എനിക്കിപ്പം മനസ്സിലായി നിങ്ങൾ മനസ്സ് നോക്കുന്ന ആളാണെന്ന് എന്നിങ്ങനെ പൂർവി ആരവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ആരവിൻ ഇങ്ങനെ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് പൂർവി പറയുന്നത്. അപ്പം ആര്യമൻ, അതായത് ആക്ച്വലി പൂർവി എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അർജുനും കരണും രവീഷും കൂടെ ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്നത്, ആര്യമൻ കാണുന്നത്. അപ്പൊ പൂർവി ഇത് കാണുമ്പോൾ പൂർവിക്ക് മനസ്സിലാവുന്നു യുവമാരെല്ലാം കൊണ്ടിട്ട് പണിഞ്ഞതാണെന്ന്. അപ്പോൾ ആര്യമൻ പറയുന്നത്, പൂർവി ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്, ഇത് യുവമാരെ എൻ്റെ ഫോണിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയച്ചതാണ്, എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതാണെന്ന്, ഇപ്പം എനിക്ക് മനസ്സിലായി, സോറി പൂർവി എന്ന് പറയുന്നത്. അപ്പോൾ പൂർവി ഷോക്കായി ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഗുരീന്ദറിന് പരമീതിന്റെ റൂമിലെ മേശയിൽ നിന്നും താക്കോല് കിട്ടുന്നു, ഓഫീസിലെ ബേസ്മെന്റിന്റെ താക്കോൽ, അതായത് നമ്മൾ ഡ്രാഗണെ പൂട്ടിയിരിക്കുന്ന അവിടുത്തെ താക്കോല് കിട്ടുന്നു. പാമ്പാട്ടിയും പരമീതും ടീമും കൂടെ ഇതേ സമയം നമ്മുടെ അനന്തയ്ക്ക് ഓർക്കാതെ വന്ന് അനന്ത പാർട്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഓടുവാണ്. അവളുടെ പിന്നാലെ പോകുമ്പോൾ അവൾ ഗാർഡനിൽ പോയി നിന്നോട്ട് ഛർദ്ദിക്കാനായിട്ട് ഇങ്ങനെ ഓക്കാനിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ തൊലി ഇപ്പോഴും ഒട്ടിയിരിക്കണം. അപ്പോൾ പാമ്പാട്ടി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത്, നോക്ക്, അനന്തകുലത്തിന്റെ നാഗകന്യകയുടെ കയ്യിലാണ് ആ തൊലി, സ്വർണ്ണ നിറത്തിലുള്ള പാമ്പിന് തോലുള്ളത്, ഇവളാണ് നാഗകന്യക എന്ന് പറയുന്നത്, ഇവളെ ഞാൻ ഇപ്പം തന്നെ തീർത്തു തരാം എന്ന് പറയുമ്പോഴത്തേക്കും പരമീത് പറയണം, ചുമ്മാ അല്ല, ഈ അനന്തകുലത്തിൽപ്പെട്ട ഈ നാഗകന്യക, ഇവളുടെ പേര് അനന്ത, അതാണ് കാര്യം, ഇപ്പൊ വേണ്ട, ഇപ്പൊ അവളെ കൊല്ലണ്ട, നാളെ അവളുടെ കല്യാണമല്ലേ, നാഗമാണിക്യം എനിക്ക് വേണം, ഇവളുടെ നാഗമാണിക്യം എടുത്തിട്ട് കൊല്ലാം എന്നിങ്ങനെ പറയണം. ഇതേ സമയം ആര്യമൻ എന്ത് ചെയ്യാണ്, കരണിനെയും അർജുനെയും രവീഷിനെയും വഴക്ക് പറയും, നിങ്ങൾക്ക് വട്ടാണോ, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കാൻ വേണ്ടി പോയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് പൂർവ്വി പെട്ടെന്ന് ചിരിക്കുകയാണ്. സാർ, ഇവരെനിക്ക് മെസ്സേജ് അയച്ചതാണ്, എന്നെ പറ്റിക്കാൻ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി, ഞാനും സാറിനെ പറ്റിക്കാൻ നോക്കിയതാ, ഇവരെന്നെ പറ്റിക്കാൻ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും സാറിനെ പറ്റിക്കാൻ നോക്കി, പിന്നെ ഞാൻ അതുകൊണ്ട് അഭിനയിച്ചിരുന്നത്, ഇന്ന് രാത്രി എൻ്റെ ബർത്ത്ഡേ 12 മണിക്ക്, അപ്പോൾ എന്തെങ്കിലും ഒരു ഫൺ വേണമല്ലോ, ഞാൻ സാറിൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ തന്നെ സാറ് ഞെട്ടിയില്ലേ, അല്ലെങ്കിൽ തന്നെ സാറിന് എങ്ങനെ എന്നെ ഇഷ്ടപ്പെടുക, എനിക്കെങ്ങനെയാണ് സാറിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് പൂർവ്വി നൈസായിട്ട് വിഷയം മാറ്റിയിട്ട് ഒളിച്ചെന്ന് അവർ കാണാതെ കരയുവാണേ. അപ്പൊ ആര്യമൻ ഒരുപാട് വഴക്ക് പറയും. ആര്യമൻ അന്നേരം പൂർവ്വി വഴക്ക്, നിന്റെ കോമഡി കഴിഞ്ഞോ നിന്റെ ഫണ്ണ്, നിന്റെ അടുത്തുള്ളത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് കരണിനെയും അതുപോലെ തന്നെ അർജുനെയും രവീഷിനെയൊക്കെ, വാട്ട് ദ ഹെൽ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, അവൾ തമാശയായിട്ട് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു, ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കല്യാണമായില്ലേ, ബോധം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആര്യമൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. പൂർവ്വി അവിടെ നിന്ന് മാറി ഇന്ന് കരയുന്നു. അപ്പോൾ കരൺ ഐ ലവ് യു സ്റ്റാർ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. പൂർവ്വി ഒറ്റയ്ക്ക് അവിടെ നിന്ന് കരയുന്നു. ഇതേ സമയം ഗുരീന്ദ്രന് മനസ്സിലാവുന്നു മഹാകുംഭത്തിൽ ഇവരെന്തോ പരിപാടി ഒപ്പിക്കാൻ പോവാണ്, അത് ഞാൻ നടത്താൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് മറ്റേ താക്കോലും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തോട്ട് പോവാണ്. 24 മണിക്കൂർ ഇനി ബാക്കി. എന്തിനാണ്? പൂർവ്വി നാഗകന്യകയാകാനായിട്ട്. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. പൂർവ്വിയും അനന്തയും കൂടെ വീട്ടിലെത്തുന്നു. ഫേസ് പാക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ പൂർവ്വി പറയാണ്, ഒരാൾക്ക് പ്രണയം വന്നാൽ എന്ത് ചെയ്യും ചേച്ചി? പ്രണയം വന്നാൽ അതൊരു വെറൈറ്റി ഫീലാണ് മോളെ, സന്തോഷമാണോ സങ്കടമാണോ ഒന്നും പറയാൻ പറ്റിയില്ല. അല്ല ഹലോ, പൂർവ്വി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന? പൂർവ്വി പ്രണയത്തിൽ പെട്ടോ? എനിക്ക് അറിയില്ല ചേച്ചി, പക്ഷേ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരാളെ കണ്ട് ഞാൻ കുടുങ്ങിപ്പോയി, പതറി നിൽക്കുവാ ഞാൻ ഇപ്പോൾ. പൂർവ്വി, അത് ആര്യമനാണോ പൂർവ്വി? എന്തിനാ അയാളെ ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന? അയാളൊന്നും അല്ല, അയാളടുത്ത് എനിക്ക് എങ്ങനെയാ പ്രണയം തോന്നുക? അപ്പൊ അനന്ത, അവനെ പോലെ ഉള്ളവർക്കൊക്കെ പറ്റിക്കാനേ അറിയത്തുള്ളൂ, നിനക്ക് വേണ്ട നിന്നെ സ്നേഹിക്കുന്ന ഒരാളെയാണ്, അതുപോലത്തെ ഒരാളെ നിനക്ക് കിട്ടും കേട്ടോ. അതെ 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 എന്നിങ്ങനെ ചിന്തിക്കണം. പക്ഷെ എന്നിട്ട് പൂർവ്വി മനസ്സിൽ ആര്യമനെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്. ശാലിനി ഗുരീന്ദ്രം അവരുടെ റൂമിൽ ശാലിനി വീണ്ടും കല്യാണത്തിന്റെ ഓരോരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുരീന്ദ്രൻ പറയാണ്, നോക്ക്, എല്ലാത്തിലും അവരുടെ പേരാണുള്ളത്, ഇവന്മാരെല്ലാം തട്ടിപ്പുകാരാണ്, ഇത് ഞാൻ തെളിയിക്കും, ഇവന്മാരെല്ലാം ചാരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനന്തയും പൂർവ്വി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പൂർവ്വി പറയാണ്, ചേച്ചി ഉറങ്ങ, രാവിലെ കല്യാണമല്ലേ. അപ്പൊ അനന്ത് പറയാണ്, ഞാൻ ഉറങ്ങാം, പക്ഷെ ആദ്യം നിന്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കട്ടെ. ആഹാ, ചേച്ചിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ, ഹാപ്പി ബർത്ത്ഡേ പൂർവ്വി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രോഹൻ വാതിലും തള്ളി തുറന്ന് കേക്ക് കൊണ്ടുവരുന്നു. അച്ഛനും അമ്മയും എല്ലാവരും വരുന്നു. അപ്പൊ പൂർവ്വി, ഇന്ന് ഞാൻ നിനക്കൊരു പേരിട്ടാണ്, ബേബി പെൻഗിൻ എന്ന് നിന്നെ ഞാൻ കളിയാക്കി വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞ് രണ്ടുപേരുടെ വഴക്ക് കൂടുന്നു. പൂർവ്വിയും രോഹനും കൂടെ വഴക്ക് കൂടുമ്പോഴത്തേക്കും പൂർവ്വിയുടെ ഒരു ഫയലിൽ തട്ടി മറിഞ്ഞു വീഴാണ്. ഇത് ഏത് ഫയലാണ്? നമ്മുടെ മയൂരിയുടെ ബോയ് ഫ്രണ്ടിനെ താഴെ ഡ്രാഗൺ കൊന്നില്ലേ, അപ്പൊ ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ബേസ്മെന്റിന്റെ കുറച്ച് സീക്രട്ട് ഒക്കെ അടങ്ങിയ ആ ഫയലാണ് താഴെ വീഴുന്നത്. ഈ ഫയൽ ആര് കാണുന്നു? ഗുരീന്ദർ കണ്ട് ഗുരീന്ദർ ഇത് എടുക്കുവാണ്. ഗുരീന്ദർ എടുത്തിട്ട് ഗുരീന്ദറിന് കാര്യം മനസ്സിലാവുന്നത് ബേസ്മെന്റിൽ എന്തോ സംഭവമാണെന്ന്. അങ്ങനെ പൂർവ്വിയുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നിട്ട് ഗുരീന്ദർ പറയാണ്, കുറച്ച് കാർഡും കൂടെ എനിക്ക് പ്രിന്റ് ചെയ്യാനുണ്ട്, ഞാൻ പോണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്നത് എങ്ങോട്ടാണ്? ബേസ്മെന്റിലോട്ട്, നമ്മുടെ ഓഫീസിന്റെ ബേസ്മെന്റിലോട്ടാണ് പോവാനായിട്ട് പോകുന്നത്. ഇതേ സമയം
നമ്മുടെ കല്യാണ വീട്ടിൽ നാളെയാണല്ലോ കല്യാണം, അവർ വിളിച്ചിരുന്ന ഗസ്റ്റുകളെ ഫുള്ള് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തിനാ എല്ലാ ഗസ്റ്റുകളും എന്തിനാ ക്യാൻസൽ ചെയ്തതെന്ന് സ്വർണ്ണ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും എൻഗേജ്മെന്റിൽ തന്നെ അനന്തയുടെ അവസ്ഥ കണ്ടില്ല, അവൾ ഒട്ടും വയ്യായിരുന്നല്ലോ, അപ്പോൾ അവള് ഗർഭിണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടേഷൻ ബാധിക്കില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ഋഷഭിന്റെ ഭാര്യ പറയണേ, എല്ലാ ബോളിവുഡ് ആക്ടേഴ്സിനെ ഞാൻ വിളിച്ചതാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് പിന്നെ അടിപൊളിയായിട്ട് റിസപ്ഷൻ നടത്താം, എൻ്റെ മോളുടെ എൻ്റെ പിങ്കിയുടെയും വിക്രത്തിന്റെയും കല്യാണം ഇങ്ങനെ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ആര്, നമ്മുടെ ഋഷഭിന്റെ ഭാര്യ പറയുന്നുണ്ട്. ഇതേ സമയം ഗുരീന്ദർ ബേസ്മെന്റിൽ പോകാനായിട്ട് നേരെ എന്ത് ചെയ്യുന്നു, ഓഫീസിൽ കയറി വരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിയുടെ പറയാണ്, ഇൻവിറ്റേഷൻ കാർഡ് കുറച്ചും കൂടി അടിക്കാനുണ്ട്, ഇവിടെ പ്രിന്റർ ഉണ്ട്, ഇവിടെ അടിക്കാന്നാണ് പരമീത് പറഞ്ഞത്. അപ്പം ഇതുകൊണ്ട് അടിച്ചുകൊണ്ട് വരാൻ പറയാണ് സെക്യൂരിറ്റി. അപ്പൊ സെക്യൂരിറ്റി ഇത് അടിക്കാൻ പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ കയറുന്നു. ലിഫ്റ്റിൽ കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ബേസ്മെന്റിലോട്ട് പോകാനുള്ള വഴിയില്ല. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് കാണുന്നത്. എക്സിക്യൂട്ടീവ് ലിഫ്റ്റ് കയറുമ്പോഴത്തേക്കും ചാവി കുത്താനുള്ള സ്ഥലം കാണുന്നു. B5 ഓപ്പൺ ആയി വരുന്നു. എക്സിക്യൂട്ടീവ് ലിഫ്റ്റിൽ കൂടെ താഴോട്ട് പോവാണ് ആര്, നമ്മുടെ ഗുരീന്ദർ. ഇതേ സമയം നമ്മുടെ കല്യാണ വീട്ടിലെ അവര് ബൽജീത്ത് പരമീത് കൂടെ നിൽക്കുകയാണ്. പരമീത് പറയാണ്, നാളെ അവൾ അവളുടെ സ്വന്തം രൂപത്തിൽ മാറിയിട്ട് എനിക്ക് നാഗമാണിക്യം എടുത്ത് തരും, നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. ഇവിടെ ഗുരീന്ദർ താഴെ ബേസ്മെന്റിൽ വരികയാണ്. ഡ്രാഗൺ നല്ല ഉറക്കമാണ്, കൂട്ടിനകത്തിരുന്ന് നല്ല ഉറക്കമാണ്. താഴെ വരുമ്പോഴുണ്ട് അവിടെ മൊത്തം അവിടെ തട്ടി മറിഞ്ഞു വീഴാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ഗുരീന്ദർ നോക്കുമ്പോൾ മൊത്തം ബോംബും RDX ആകെ മൊത്തം ബോംബ് പൊട്ടിക്കാനുള്ള ബോംബുകൾ. അപ്പൊ അതെല്ലാം ഫോട്ടോ എടുത്ത് ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. നേരെ തിരിച്ച് അവിടെ നിന്ന് ബേസ്മെന്റിൽ നിന്ന് തിരിച്ച് കയറി വരാൻ പോവാണ്. കാറിൽ ഡ്രൈവ് ചെയ്യുന്നു. ശാലിനി വീണ്ടും വിളിക്കുമ്പോൾ പറയുന്നത് കുറച്ച് കാർഡ് ഇവിടെ ഉണ്ട്, തീർത്തിട്ട് വരാമെന്ന് പറയുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. ഇതുപോലെയാണ് സംഭവം. പരമീത് സൂരി എന്ന് പറയുന്ന ആള് ചാരനാണ്, അയാളുടെ ബേസ്മെന്റിൽ ഇതുപോലെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യണം, രാജ്യദ്രോഹികളാണ്, മഹാകുംഭത്തിൽ വിപത്ത് വരാൻ പോവാണ് എന്നെല്ലാം പോലീസുകാരടുത്ത് ഗുരീന്ദർ പറയുവാണ്. അപ്പോൾ പോലീസുകാർ പറയാണ്, അയാൾ ഓക്കെ അങ്ങനെയാണല്ലോ അറസ്റ്റ് ചെയ്യാം, പക്ഷെ ഇന്ന് പറ്റത്തില്ല, നാളെ രാവിലെ വാറണ്ട് കിട്ടത്തുള്ളൂ, എന്നിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും. അയ്യോ പറ്റില്ല, നാളെ രാവിലെ എൻ്റെ മോടെ കല്യാണമാണ് അവരുടെ മോനുമായിട്ട്, അത് നടക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യാം, ഇങ്ങനത്തെ രാജ്യദ്രോഹികളുടെ കൂടെ എൻ്റെ മോടെ കല്യാണം നടക്കാൻ പാടില്ല. അപ്പോൾ പോലീസ് പറയാണ്, ക്യാൻസൽ ചെയ്യരുത് കല്യാണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് മുമ്പേ അവിടെ എത്തിക്കൊള്ളാം, വരുമല്ലോ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ മോടെ ജീവിതം നമ്മൾ വന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. ഇതേ സമയം പ്രകൃതിക്ഷോഭം നടക്കുവാണ്. ഉത്തരാമയും ഭരണിയും കൂടെ പറയാണ്. ഉത്തരാമ പറയാണ്, വലിയ ഒരു നാശം വിതയ്ക്കാൻ പോവാണ്. മഹാറാണിയുടെ 25ാമത്തെ പിറന്നാൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ ഒരു അപകടം നമ്മുടെ മഹാറാണിക്ക് സംഭവിക്കുമെന്ന് പറയുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നു, ഇനി 12 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. രാവിലെ ആവുന്നു, പുലർച്ചെ തന്നെ റെഡിയായി അനന്ത കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങുന്നു. പൂർവി അണിഞ്ഞൊരുങ്ങുന്നു. ശാലിനിയും ഗുരീന്ദരും രോഹനും എല്ലാവരും കൂടെ കാറിൽ പുറപ്പെടുവാണ് കല്യാണ വീട്ടിലോട്ട്. കല്യാണ വീട്ടിലെ ഡെക്കറേഷനും പാട്ടും കൊട്ടും മേളമൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര ആഘോഷമാണ്. ഗുരീന്ദറും ഫാമിലി അങ്ങോട്ട് വരുന്നു. അവരെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയാണ്. ഗുരീന്ദർ അഭിനയിച്ച് നിൽക്കുകയാണ്. സ്വീകരണം ഭയങ്കര അടിപൊളി. അപ്പോൾ പരമീത് പറയാണ്, കല്യാണ മന്ത്രം തുടങ്ങിക്കോളൂ പൂജാരി, ആദ്യം കരണിന്റെയും ടീനയുടെയും കല്യാണം, അതിനുശേഷം അനന്തയുടെയും രവീഷിന്റെയും കല്യാണം എന്നിങ്ങനെ പറയണം. അപ്പൊ പിങ്കി പറയാണ്, വാ നമുക്ക് റെസ്റ്റ് എടുക്കാം, അതുവരെ നിങ്ങൾ ഗസ്റ്റ് റൂമിൽ ഇരുന്നോ എന്ന് പറഞ്ഞ് ഗസ്റ്റ് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് പൂർവിയെയും അനന്തയും കൂടി. അപ്പൊ പൂർവി അനന്തയും കൂടെ ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ അനന്ത പറയാണ്, ഞാൻ ഭയങ്കര സന്തോഷവതിയാണെന്ന്. അപ്പൊ പൂർവി പറയുന്നു, ഞാൻ ഈ ഫയൽ കൊണ്ടുപോയി ആര്യവൻ സാറിന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ്. പൂർവി ആര്യവന് ഫയൽ കൊടുക്കാൻ പോകുമ്പോൾ ആര്യവൻ കുടിച്ച് ലക്കിട്ട് പൂസായി നിൽക്കുവാണ്. പൂർവ്വീർത്ത് കൊടുക്കും, ഇതാണോ ഞാൻ ചെയ്യണം, ഇത് എന്ത് ഫയലാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫയൽ വലിച്ചെറിയുന്നു. അപ്പോൾ പിങ്കി അങ്ങോട്ട് വന്നിട്ട്, ചേട്ടാ പോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് പൂർവിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാണ്, ഇന്ന് കല്യാണ ദിവസമാണ്, ചേട്ടന് കല്യാണം എന്ന് പറഞ്ഞാലേ ദേഷ്യമാണ്, പണ്ട് ചേട്ടൻ്റെ ഗേൾഫ്രണ്ട് കല്യാണ ദിവസം ചേട്ടനെ തേച്ചിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ചേട്ടന് ഭയങ്കര വിഷമമാണ്, നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് പൂർവിയെ വിളിച്ചുകൊണ്ട് പോവാണ്. ഇതേ സമയം പരമീതും ടീമും കൂടെ സംസാരിക്കുവാണ്. അവൾ നമുക്ക് നാഗമാണിക്യം തന്നില്ലെങ്കിൽ ഇവിടെ 16 അടിയന്തരമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് കല്യാണത്തിന് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ അടുത്ത 12 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു നാഗകന്യക പിറവിക്കൊള്ളാൻ പോവുകയാണെന്ന് ഉത്തരാമ പറയുന്നതാണ് കാണിക്കുന്നത്. ഇത്രയാണ് വരാനിരിക്കുന്ന ഇന്നത്തെയും തിങ്കളാഴ്ചത്തെ പകുതിയിലെ എപ്പിസോഡ്. ഇനി ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് നാളെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ മസ്റ്റായിട്ട് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.